സൗദി അറേബ്യയും UAEയും സംഘർഷാവസ്ഥ ഗുരുതരമായ രീതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതിനോടനുബന്ധിച്ച് ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു നിലപാടാണിപ്പോൾ UAEയുടെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നത്. യമനിലെ സൈനിക സേവനം അപ്പാടെ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതും സൈനികരോടും സഹായം നൽകുന്നവരോടും തിരിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് യമനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. സേവന സംബന്ധമായ കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യം വിട്ടു പോകണമെന്ന് 24 മണിക്കൂർ അതിൻ്റെ സമയവും യമൻ്റെ സർക്കാർ UAEക്ക് നൽകിയിരുന്നു. UAE എന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ സൗദി അറേബ്യയുടെ ആക്രമണം അതൊരു നിസ്സാരമായിട്ടല്ല കാണുന്നത്. കാര്യം ആ ബന്ധത്തിന് വലിയ മുറിപ്പാടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാലും തെറ്റിദ്ധാരണയുടെ പേരിലാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായത് എന്നുള്ള വിശദീകരണ കുറിപ്പോട് കൂടി തങ്ങൾ യമനിലെ സേവന സഹായങ്ങളെല്ലാം സൈനികവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന പ്രഖ്യാപനം വന്നു. ഇതോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥക്ക് അയവ് വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇസ്രായേൽ വിചാരിച്ച ഉദ്ദേശ കാര്യങ്ങളും നടപ്പാക്കാതെ പോയി എന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് ചില പ്രസ്താവന അങ്ങനെയും പുറത്തു വന്നു. 2019 മുതലാണ് യമൻ കേന്ദ്രീകരിച്ചുകൊണ്ട് UAEയുടെ സൈനിക സായുധ സഹായങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ യമൻ്റെ സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവർക്ക് സഹായം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. 6 വർഷത്തെ സേവനത്തിന് ശേഷം തങ്ങൾ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന് UAE പറയുകയും ചെയ്തു. വിഭജനവാദികളെ തങ്ങൾ സഹായിച്ചിട്ടില്ലെന്നും യമൻ സേനയ്ക്ക് സഹായം നൽകുകയാണ് തങ്ങളുടെ ഉദ്ദേശമെന്നും അത് അവരാവശ്യപ്പെട്ട പ്രകാരവും കരാർ വ്യവസ്ഥ പ്രകാരവുമാണ് തങ്ങൾ അത് ചെയ്തത് എന്നും UAE ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു. സൗദിയുടെ ഇടപെടൽ അത് ഉചിതമായിരിക്കുന്ന രീതിയിലോ സമയങ്ങളിലോ അല്ല, കാര്യകാരണങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെയാണ് ഇടപെട്ടത് എന്നൊരു വിമർശനം ചെറിയ രീതിയിലെങ്കിലും UAEയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. സൗദിയുമായിട്ട് സംഘർഷം ഭാവിയിൽ വലിയ രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതിനാൽ തന്നെ അത്തരം ഒരു വിഷയങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരമാണ് ആവശ്യം എന്ന് ഖത്തറും കുവൈറ്റും സൗദിയോടും UAEയോടും പറഞ്ഞു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ ഈ പ്രബലരായിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന സമയത്ത് അത് മേഖലയെ സാരമായിട്ട് ബാധിക്കും. നമ്മുടെ ശത്രുപക്ഷത്തിന് കടന്നു കയറാനുള്ള എളുപ്പവഴി അല്ലെങ്കിൽ കുറുക്ക് റൂട്ടായിട്ട് അത് പരിണമിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘർഷാവസ്ഥ ലഘൂകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് കുവൈറ്റ്, ഖത്തർ, ഒമാൻ രാജ്യങ്ങളെല്ലാം, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം രണ്ട് രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്തു. യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു എന്ന ചില റിപ്പോർട്ടുമുണ്ട്. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ STC എന്ന് പറയുന്ന സൈനിക ട്രൂപ്പാണ് അവിടുത്തെ പ്രദേശത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശം കൈവശത്തിലുള്ളത്. 65% അവരുടെ കൈവശത്തിലാണ് എന്നാണ് പറയുന്നത്. ആ വിഭാഗം രണ്ടായി പിളർന്നതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവാൻ സാധ്യമായത്. അതിലൊരു വിഭാഗത്തിന് സൗദിയും ഒരു വിഭാഗത്തിന് UAE പിന്തുണ കൊടുത്തത് പിന്നീട് അവർ തമ്മിലുള്ള വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ സഹായം വീണ്ടും ആവശ്യപ്പെടുകയും ഇവർ നിരന്തരം സഹായം ചെയ്ത് പോരുകയും ചെയ്തു. ഇത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പ്രശ്നപരിഹാരത്തിന് വലിയ രീതിയിലുള്ള സഹായം നൽകി എന്നുള്ളതും തീർച്ചയായിട്ടും UAEയുടെ നിലപാട് പ്രശംസനീയമാണ് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ പ്രതികരിച്ചു. ചേർന്ന് നിൽക്കേണ്ട പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം അംഗക്കുറി നടത്തുന്ന രീതികൾ ശരിയല്ല. ഈ മേഖലയിൽ അറബ് രാജ്യങ്ങൾ പരസ്പരം അംഗക്കുറി നടത്തുന്ന സമയത്ത് ഇസ്രായേലിന് എളുപ്പം അവരുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള അവസര സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പാടില്ല. ഇറാൻ മുമ്പ് പറഞ്ഞിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഏറെക്കുറെ ശരിയാണ്. കാര്യം എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾ പരസ്പരം അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളതും അവർക്കിടയിൽ അനൈക്യമുണ്ടാക്കി അതിൽ മുതലെടുക്കുക എന്നുള്ളതും എല്ലാ കാലത്തും ഇസ്രായേലും അമേരിക്കയും സ്വീകരിച്ചു പോകുന്ന നിലപാടാണ്. ആ നിലപാടിനെ ന്യായീകരിക്കാൻ കഴിയില്ല, അംഗീകരിക്കാനും കഴിയില്ല. അതിനുള്ള സാഹചര്യമുള്ള ഒരു വളക്കൂറുള്ള ഭൂമിയാക്കി അറേബ്യൻ മേഖലയെ, മിഡിൽ ഈസ്റ്റ് മേഖലയെ മാറ്റാനും പാടില്ല. അങ്ങനെ ഇവർ തമ്മിലൊരു തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും സംഘർഷം രൂക്ഷമാവാനാണ് സാധ്യത. UAE ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യക്ക് നേരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ പിന്നീട് അവിടെ പുതിയൊരു യുദ്ധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പുതിയൊരു അടിയൊഴുക്കുകളോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷം ചേരാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വരികയും ചെയ്യും. ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും ലളിതമായിരിക്കുന്ന കാര്യം പ്രശ്ന അവസാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന്
യമനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് UAE പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ഈ സേവനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു, തങ്ങൾ മടങ്ങിയാണ്, ഘട്ടം ഘട്ടമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് കടൽ മാർഗം തന്നെ തിരിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. സ്വീകാര്യവും പ്രശംസനീയവും അഭിനന്ദനാർഹവുമായിരിക്കുന്ന നിലപാടാണ് എടുത്തത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറും അതോടൊപ്പം തന്നെ കുവൈറ്റും പ്രതികരിക്കുകയും ചെയ്തു.